നമ്മുടെ അടുത്തൊരു പോളിസും കൂടെ മെക്കാനിക്കൽ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫുൾ വർക്കുള്ളതാണ്. ടിങ്കറിങ്ങും പെയിൻറ്റിങ്ങും എല്ലാ വർക്കും ഉള്ളതാണ്. ഈ തിരക്കിനിടയ്ക്കിൽ വന്ന വണ്ടി തന്നെയാണ്. കസ്റ്റമറുടെ അടുത്ത് സമയം നല്ലവണ്ണം പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വണ്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ്, പക്ഷേ കസ്റ്റമർ കുഴപ്പമില്ല, സമയം എടുത്ത് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വണ്ടി എടുത്തതാണ്. ഏകദേശം 4-ാം തീയതിയാണ് വണ്ടി നമുക്ക് വന്ന് ഇന്ന് ഏകദേശം 27-ാം തീയതി ആയി. നമുക്ക് ഏകദേശം കംപ്ലീറ്റ് മെക്കാനിക്കൽ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി പാച്ച് വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യണം. മെക്കാനിക്കൽ കുറേ കംപ്ലയിൻറ്റ് കസ്റ്റമർക്ക് ഉണ്ട്. ബ്രേക്കിൻ്റെ ഹാർഡ്നെസ്, അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ സൗണ്ട്, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മെക്കാനിക്കൽ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയ റിയർ ഹൗസിങ് മാത്രം നമുക്ക് മാറാനുണ്ട്. അത് സെക്കൻഡ് ഹാൻഡ് എടുത്ത് മാറാം. ഇതിൽ ഹൗസിങ്ങിൽ കംപ്ലയിൻ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ റണ്ണിങ്ങിൽ പോകുമ്പോൾ ഐഡ്ലിങ്ങിൽ ആക്സിലേറ്റർ കൊടുക്കാതിരുന്ന ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ ആക്സിലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞ് റൺ ചെയ്യുമ്പോൾ ഊന്ന് പറഞ്ഞൊരു മൂളിച്ചുണ്ടാവും. അതാണ് ഇതിനകത്ത് വരുന്ന ഹൗസിങ്ങിൽ വരുന്ന കംപ്ലയിൻറ്റ്. അതിന് നമ്മൾ ബെയറിങ്ങോ റിയർ വീൽ ബെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ട് കാര്യമില്ല. നമ്മൾ ആ ഹൗസിങ് മാറുക തന്നെ വേണം. ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സെറ്റ് തന്നെ മാറുക തന്നെ വേണം. എന്ന് വെച്ചാൽ ട്യൂബ് മൊത്തമല്ല, ആക്സിൽ കംപ്ലീറ്റ് അല്ല. ആക്സിൽ കംപ്ലീറ്റും കിട്ടുകയാണെന്ന് അങ്ങനെ മാറിയാലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ആ ഹൗസിംഗ് സെറ്റ് മാറിയാൽ ആ ഒരു ഹമ്മിങ് നോയ്സ് എങ്ങനത്തെ സൗണ്ട്, ഇത് റണ്ണിങ്ങിൽ പോകുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാത്രം മൂളിച്ച് വരിക, ആ ഒരു സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് ആണ് പോയിരിക്കുന്നത്. ആ ഹൗസിംഗ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് ശരിയാവും. അല്ലാതെ വീൽ ബെയറിങ് കാര്യങ്ങൾ എന്ത് തന്നെ മാറിയാലും ആ സൗണ്ട് പോവില്ല. അതിനൊന്നും ട്രൈ ചെയ്യാതെ നിൽക്കുക. വീൽ ബെയറിങ്ങൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ ഫ്രീ റണ്ണിങ്ങിൽ തന്നെ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വണ്ടി ഓഫാക്കിയാലും സൗണ്ട് വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ വണ്ടി ഓഫാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടുക അല്ലെങ്കിൽ ആക്സിലേറ്ററും കാലെടുക്കുമ്പോഴൊന്നും സൗണ്ട് ഉണ്ടാവില്ല. നോർമലായിരിക്കും, നോർമൽ റണ്ണിങ് ആയിരിക്കും. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാത്രം ഈ സൗണ്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് തന്നെ മാറണം. അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് പെൻഡിങ് ഉണ്ട്. ബാക്കി സ്റ്റിയറിങ്ങിൻ്റെ ടൈറ്റ്, ബ്രേക്ക് ടൈറ്റ്, അങ്ങനെ ഒരുപാട് മെക്കാനിക്കൽ വർക്ക് കംപ്ലയിൻ്റ് കൊണ്ട് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് വന്നതാണ്. അത് കംപ്ലീറ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് പാച്ച് ഉണ്ട്. നല്ലോണം പാച്ച് വർക്കുള്ള വണ്ടി തന്നെയാണ്. വേണ്ട വാട്ടർ ചാനലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി, ബോഡി ഒന്നും ഷേപ്പല്ല, എല്ലാം ഷേപ്പ് ഔട്ടാണ്. വേണ്ട ഫുള്ള് പൊള്ളി അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് നമുക്ക് ചെയ്യണം. കംപ്ലീറ്റ് വർക്ക് ഇപ്പോൾ മെക്കാനിക്കൽ വർക്ക് മാത്രം ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും വർക്ക് ഉണ്ട്. ഡിക്കിയൊക്കെ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. മൊത്തം കംപ്ലൈൻറ്റാണ്. ബോഡി മൊത്തം നമ്മൾ ചിരണ്ടി എല്ലാം എടുക്കണം. നമുക്ക് ഈ ഇങ്ങനെയുള്ള ബോഡികൾ ഇതിൻ്റെ മേലെ തന്നെ നമുക്ക് പുട്ടി വെച്ച് ചെയ്ത് ലെവലാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് പൊള്ളൽ പോലെ വീണ്ടും വരും. ചിലപ്പോൾ ഒരു 2-3 മാസത്തിലൊക്കെ തന്നെ ചിലപ്പോൾ വിണ്ട് കീറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വേണം പിന്നെ അടുത്ത് നമുക്ക് പുട്ടിയിട്ട് നൈസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പുട്ടി നമുക്ക് ഈ ലെവലിങ്ങിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുട്ടി വെച്ച് കയറ്റി ആ ലെവലാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാകും. പുട്ടി ഒരുപാട് കയറും തോറും വണ്ടി ബോഡി ഹീറ്റ് ആകുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിറയിൽ വരുമ്പോഴൊക്കെ ഈ ഉള്ളിലിരിക്കുന്ന പുട്ടി പൊട്ടാൻ സാധ്യതയാണ്. അങ്ങനെയാണ് ഈ സാധനമൊക്കെ പൊട്ടിയിരിക്കുന്നത്. ഒരുപാട് പുട്ടിയിട്ടിട്ട് ഈ പൊട്ടുന്നത്. വൈബ്രേഷൻ വരുമ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞ് വിണ്ട് കഴിഞ്ഞാൽ അതിന് മേലത്തെ പെയിൻറ്റ് കൂടെ വിണ്ടുപോകും. അപ്പോൾ ഒരിക്കലും അത്ര തിക്നെസ്സിൽ കയറ്റാൻ പറ്റില്ല. ചെറിയൊരു തിക്നെസ്സിൽ മാത്രമേ, ഫിലിം കോട്ടിങ് മാത്രമേ പുട്ടിയിട്ട് കയറ്റി നമുക്ക് ലെവലിങ്ങിന് വേണ്ടി മാത്രം, ബാക്കിയൊക്കെ തട്ടി നിവർത്തിയിട്ട് വേണം നമ്മൾക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് പാച്ച് ഉണ്ട് ഇതിനകത്ത്. ബോഡി നല്ലൊരു പണിയാണ് ബോഡിയിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം, ചെയ്ത് ക്ലിയർ ആക്കണം അല്ലേ. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ വർക്ക് മാത്രം നമുക്ക് ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിരിക്കുക. എന്താ വെച്ചാൽ ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ്. വയറിങ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, എല്ലാ വയറിങ്ങും അതുപോലെ തന്നെ AC യുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഡോർ പാഡുകൾ കംപ്ലീറ്റ് ഫുൾ വർക്കാണ്. സീറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും വർക്കുണ്ട്. ഫുൾ വർക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അലുവിൽ നിന്നാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്തായാലും സമയമാവും. ഇതിപ്പോൾ 1 മാസം കൊണ്ട് മെക്കാനിക്കൽ വർക്ക് തീർന്നു. ഇനിയും 4-5 മാസം ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അത്രയും ലോഡ് വണ്ടികളുണ്ട്. ആ വണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ ഈ വണ്ടി ടിങ്കറിങ് വർക്കിനാണെന്നുണ്ടെങ്കിൽ കയറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം വണ്ടികളൊക്കെ നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ വണ്ടിയും പെട്ടെന്ന് തന്നെ റെഡിയാവും. എല്ലാവരുടെയും എന്താ പറയുക, എല്ലാ ഓരോരോ കാര്യങ്ങൾ. ഇപ്പം ടിങ്കറിങ് വർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 വണ്ടികൾ, നമ്മൾ 45 വണ്ടി എന്നുള്ളത് 10-15 വണ്ടിയോളം ടിങ്കറിങ് വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫൈനൽ പെയിൻറ്റ് അടിക്കാനാണുള്ളത്. ഈ ഒരാഴ്ച കൊണ്ട്, ഇല്ലെങ്കിൽ ഈ ആഴ്ച അടുത്ത ആഴ്ച കൊണ്ട് നമ്മൾ മാക്സിമം വണ്ടികളും പെയിൻറ്റ്, ആ 10-15 വണ്ടി പെയിൻറ്റ് അടിച്ച് റെഡിയാക്കും. അങ്ങനെ ഫിറ്റിങ്സും ചെയ്തിട്ട് ഏകദേശം ഒരു 1-1.5 മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വണ്ടി നമ്മൾ ഇറക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമം എന്തായാലും നമ്മൾ എന്തായാലും ചെയ്യും. അന്ന് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്തുള്ള വണ്ടികൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വണ്ടികളുണ്ട് നമുക്കിപ്പോൾ എൻക്വയറിക്ക് വരുന്നുണ്ട് എടുക്കാനായിട്ട്. പക്ഷേ നമുക്ക് നിവൃത്തിയില്ല. വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ടൈം ചോദിച്ചിട്ട് ഇടുന്നത്. എന്താ വെച്ചാൽ ഈ ഇരിക്കുന്ന വണ്ടികൾ കംപ്ലീറ്റും തീർന്നിട്ട് നമ്മൾ വേറൊരു വണ്ടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വണ്ടി എടുക്കുന്നത് തന്നെ. ഇതാണ് കസ്റ്റമർക്ക് ഒരുപാട് കംപ്ലൈൻറ്റ്. ഫുൾ പാച്ച് വർക്ക്, പെയിൻറ്റിങ് വർക്ക്, ഡോർ ഫുൾ ചെക്കപ്പ്, പുള്ളിങ് പ്രോബ്ലം, ക്ലച്ച് വർക്ക്, അതുപോലെ ഹൗസിങ്ങിൻ്റെ സൗണ്ട്, ബ്രേക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ എല്ലാ ബീഡിങ്ങളും മാറാൻ പറഞ്ഞിട്ടുണ്ട്. ബമ്പർ റീപ്ലേസിങ്, വീൽ സ്റ്റോപ്പർ ബോൾട്ട്, പിന്നെ ഗ്ലാസ് ബോട്ടം കറക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡോർ പാഡുകൾ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൂഫ് ടോപ്പ് റീപ്ലേസ് ചെയ്യണം. ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ് ഉണ്ട്. ഫ്രണ്ട് ഡോർ പവർ വിൻഡോ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ക് പറ്റില്ല. ബാക്ക് എന്താ വെച്ചാൽ സ്ലൈഡിങ് ആയതുകൊണ്ട് ഫ്രണ്ട് ഡോർ മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിങ്, വീലാർച്ച് ഫിറ്റിങ്, സീറ്റ് വർക്ക്, കൺസോൾ, സെൻട്രൽ കൺസോൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഫുൾ ചെക്കപ്പും സെൻട്രൽ ലോക്കും അങ്ങനെ ഏകദേശം വർക്കായി. നമ്മൾ ഒരു കോളേജിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഏകദേശം ഒരു RS മോഡലിലേക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിനും ചെറിയൊരു സൗണ്ട് ഹമ്മിങ് നോയ്സ് വരുന്നുണ്ട്. അത് പമ്പിൻ്റെ വീക്ക് കൊണ്ടാണ്. ബാക്കി സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പോൾ പക്കാ ഫ്രീ തന്നെയാണ്. നേരത്തെ കംപ്ലൈൻറ്റ് പറഞ്ഞാണ് കസ്റ്റമർ, എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ടൈറ്റ് അതൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിയറിങ്ങിൻ്റെ ഒരു നോയ്സ് ചെറുതായിട്ട് വരുന്നുണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ. അതെന്തായാലും നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഈ പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. സാധനം കിട്ടാനുണ്ട്, പമ്പ് കിട്ടാനുണ്ട്. 5000 ചില്ലാൻ രൂപ എന്താണോ വരുന്നുണ്ട് പമ്പിന്, പുതിയ പമ്പിന്. പഴയത് റിപ്പയർ ചെയ്യാൻ നിന്നാലും ഏകദേശം ഒരു 3000-3200 രൂപയൊക്കെ നമുക്ക് റിപ്പയറിങ്ങിന് കൊടുക്കണം. അതിനേക്കാളും നല്ലത് പുതിയ പമ്പ്, നല്ല പമ്പ് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളതാണ്. അത് വരുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഹൗസിങ്ങിൻ്റെയും സൗണ്ട് ഉണ്ട്. അപ്പോൾ അതും ഇതും കൂടെ പമ്പും കൂടെ നമുക്ക് ഇതിൻ്റെ ഏകദേശം ടിങ്കറിങ് വർക്കൊക്കെ ഫൈനൽ ഔട്ട് ആകുമ്പോൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലിരിക്കുന്ന വീലാർച്ചൊക്കെ നമ്മുടെ നോർമൽ ആ ചെറിയ വരുന്ന ടൈപ്പാണ് വീലാർച്ചൊക്കെ ഇരിക്കുന്നത്. പിന്നീട് വീലാർച്ചിൻ്റെ ബീഡിങ് ഒട്ടും തന്നെ കിട്ടുന്നില്ല. ഇപ്പോൾ വൈറ്റ് ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു 10 വണ്ടിക്കുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം പോലും വന്നിട്ടില്ല. ഫുള്ള് ബാക്ക് ഓർഡർ ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ആ ബീഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ട്രയൽ നോക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട് ഗൾഫിൽ. വണ്ടി ഇവിടെ ഉണ്ട്, ആളുടെ ഒരു റെഡ് കളർ കോളീസാണ്. അപ്പോൾ ആളുടെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് ആൾ അവിടെ നിന്ന് ഒരു ബീഡിങ്, വണ്ടിയുടെ വീലാർച്ച് ബീഡിങ് തന്നെയാണ്, കാറിലേക്ക് വരുന്ന വീലാർച്ച് ബീഡിങ് തന്നെയാണ്. അത് ഏത് വണ്ടിയുടെ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല അവർ. അപ്പോൾ അവർ ഇങ്ങോട്ട് അയച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഒരു വൈറ്റ് കളർ ബീഡിങ് ആണ്. അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്നാന്ന് വെച്ചാൽ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് മീറ്റർ കണക്കിനാണ് വരുന്നത്. മീറ്ററിന് നല്ലൊരു റേറ്റും ഉണ്ട്. അത് 52 റംസ് 60 റംസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് വണ്ടി സാധനം കയ്യിൽ കിട്ടിയാൽ മാത്രമേ അത് സക്സസ് ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ അയച്ചു തന്നപ്പോൾ നമ്മുടെ സെയിം നമുക്കിപ്പോൾ കിട്ടാവുന്ന ആ ബീഡിങ്ങിൻ്റെ അതേ ലെവലിലേക്ക് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും കയ്യിൽ കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 10, 30, 40 മീറ്റർ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി വണ്ടികൾക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ട്രൈ ചെയ്യുന്നുണ്ട്. ആളുടെ കസ്റ്റമറുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് ആൾ ട്രൈ ചെയ്താണ്. പക്ഷേ സാധനം ഉണ്ട് അവിടെ. അത് ഇനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടിക്കും അത് തന്നെ സെറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഇന്നോവയുടെ വീലാർച്ച് ബീഡിങ് മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ നിലവിലുള്ളൂ. ഇന്നോവയുടെ അത് ഇത്തിരി തിക്നെസ് കുറവാണ്, വീതി കുറവാണ്. അപ്പോൾ അതേ ഉള്ളൂ. ഇപ്പോൾ വേറെ ബ്ലാക്കും ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വൈറ്റും ഇല്ല. ഈ ഇന്നോവയുടെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അത് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വർക്കിങ്ങിൻ്റെ പ്രൊസീജറും ബാക്കി വർക്കൊക്കെ ഉടനെ തന്നെ വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടികൾ ഏതെടുത്തിട്ടില്ല കേട്ടോ. വണ്ടികൾ ഇപ്പോൾ ഇവർ ടൈം തന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള മെക്കാനിക്കൽ വർക്കിൽ ഷെഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം ഒരു 6-7 വണ്ടിയോളം നമുക്ക് മെക്കാനിക്കൽ വർക്കിന് കയറിയിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വർക്ക്ഷോപ്പിൻ്റെ ഒരു വീഡിയോ ഇടണമെന്നുണ്ട്. നമുക്കത് കുറച്ചുകൂടെ എനിക്ക് വർക്കുകളുണ്ട് ഇവിടെ വർക്ക്ഷോപ്പിൽ. ബാക്കിൽ കുറച്ച് ഷെഡ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബൂത്തിൻ്റെ കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബൂത്തല്ല, കേബിൻ പോലെയാണ്, ബൂത്തിൻ്റെ പോലെ ഹീറ്റർ ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ബൂത്ത് പോലെ തന്നെ, പക്ഷേ ഹീറ്റർ ഇല്ല. ആ ഒരു ലെവലിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. ഒരു ബൂത്തും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്യാബിനിൽ തന്നെ നമുക്ക് അടിച്ചിട്ട് നീങ്ങുന്നില്ല. നമുക്കിപ്പോൾ പെയിൻറ്റർമാരൊക്കെ നല്ലവണ്ണം ഉണ്ട്. 16-17 പെയിൻറ്റർമാരുണ്ട്. എല്ലാവരും വർക്കേഴ്സ് ഉണ്ട്. പക്ഷേങ്കിൽ ഒറ്റ ബൂത്തിൽ നമുക്ക് ഓരോ വണ്ടി ഓരോ ദിവസം അടിച്ച് ഇറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയൊരു ബൂത്തും കൂടെ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വർക്ക് സ്പീഡാവും. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം തന്നെ പെട്ടെന്ന് തന്നെ ആക്കും. എല്ലാവരുടെ വണ്ടിയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാം. ഇവിടെ കിടക്കുന്ന ഓരോ വണ്ടിയും വേഗം തന്നെ ഇറക്കി തരാം. ഓരോ ആൾക്കാരും ഒരു ദിവസം 2-3 പ്രാവശ്യം വെച്ച് വിളിക്കുന്നുണ്ട്. ആരുടെയും വണ്ടി പണിയെടുക്കാതിരിക്കുന്നില്ല. എല്ലാവരുടെയും വണ്ടി പണിയെടുക്കുന്നുണ്ട്. ഓരോരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എല്ലാവരുടെ വർക്കും പെട്ടെന്ന് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കി ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ.